മാനുഷിക ബുദ്ധിക്കും പ്രകൃതി നിയമങ്ങൾക്കും അപ്പുറത്തുള്ള കാര്യങ്ങൾ അറിയുവാനും സംസാരിക്കുവാനും നമ്മൾ മനുഷ്യർ പൊതുവെ തൽപരരാണ്. അതിനെ മനുഷ്യർ പല പേരുകളിൽ വിളിക്കുന്നുമുണ്ട്. അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വീര്യപ്രവൃത്തികൾ, ദൈവിക ഇടപെടൽ, അങ്ങനെ തുടങ്ങി. ബൈബിൾ ചരിത്രം ആരംഭിക്കുന്ന കാലം മുതൽ ദൈവിക വീര്യപ്രവൃത്തികൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ദൈവത്തിന്റെ വഴിയിലേക്ക് മനുഷ്യനെ നടത്തുവാൻ ദൈവം ചെയ്ത പ്രവൃത്തികൾ ഓരോന്നും നമ്മുടെ ബുദ്ധിമണ്ഡലങ്ങളിൽ ഒതുങ്ങാത്തതാകയാൽ നാം അതിനെ വീര്യപ്രവൃത്തികളെന്നോ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ എന്നൊക്കെയോ വിളിച്ചു. പക്ഷേ അന്നും ഇന്നും നല്ലൊരു പക്ഷം ഈ പ്രവൃത്തികൾക്ക് പുറകെ പോയി അതിന്റെ ദോഷം അന്ന് അവർ അനുഭവിക്കുകയും അതുപോലെ ഇന്ന് ഒരു കൂട്ടം ദോഷത്തിനായി കാത്തിരിക്കുകയും ചെയ്യുന്നവരാണ്. പുറപ്പാട് പുസ്തക ചരിത്രം നാം പഠിക്കുമ്പോൾ ഇസ്രായേൽ മക്കളുടെ പുറപ്പാടിനെ അപ്പോസ്തല പ്രവൃത്തികൾ 7:35 രേഖപ്പെടുത്തിയിരിക്കുന്നത് മോശ അവരുടെ നടുവിൽ ദൈവത്തിൽ നിന്നുള്ള അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തിട്ടും അവർ മിസ്രയീമിലേക്ക് പിന്തിരിഞ്ഞു എന്നാണ്. സങ്കീർത്തനക്കാരൻ 106:22 പറയുകയാണ്, തങ്ങളുടെ രക്ഷിതാവായ ദൈവത്തെ അവർ മറന്നു കളഞ്ഞു എന്നുമാണ്. ദൈവത്തിന്റെ അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ട ജനത്തിന് എങ്ങനെ ദൈവത്തെ മറന്നു കളവാൻ സാധിക്കും? അവിടെയാണ് വലിയ അപകടം പതിയിരിക്കുന്നത്. സങ്കീർത്തനങ്ങൾ 103:7 പറയുകയാണ്, അവൻ തന്റെ വഴികളെ മോശയെയും തന്റെ പ്രവൃത്തികളെ ഇസ്രായേൽ മക്കളെയും അറിയിച്ചു. പ്രവൃത്തികൾ മാത്രം കാണാൻ ആഗ്രഹിച്ചു നടന്ന ജനം കാടയിറച്ചി കണ്ടപ്പോൾ തന്നെ ദൈവത്തിന്റെ കോപവും കാണേണ്ടതായി വന്നു. വീര്യപ്രവൃത്തിയുടെ പുറകെ പോകുമ്പോൾ ഇന്ന് എന്റെ കണ്ണിന് വിസ്മയം തീർക്കുന്ന പലതും നാളെ എനിക്ക് ഒന്നുമല്ലാതെയാകും. ഇന്ന് ലഭിച്ച പലതും നാളെ അല്പം വൈകുമ്പോൾ ആവലാതിപ്പെടാനും മറക്കാനുമുള്ള ഒരു അസ്വസ്ഥത എന്നിൽ ഉളവാക്കും. മറന്നു കളയുന്നത് മനുഷ്യ സഹജമാണ്. എന്നാൽ മോശയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് വായിക്കൂ. ദൈവം തന്റെ വഴികളെ മോശയ്ക്ക് വെളിപ്പെടുത്തിയെന്ന്. അതെ, പുറപ്പാട് 33:13 മോശ പ്രാർത്ഥിക്കുകയാണ്, എന്നെ ഒന്ന് ഓർക്കണമേ, എന്നോട് കൃപയുണ്ടെങ്കിൽ നിന്റെ വഴി ഒന്ന് എന്നെ അറിയിക്കണമേ. ആ പ്രാർത്ഥനയുടെ മറുപടിയായിരുന്നു അത്. ഈ കാലഘട്ടത്തിലും അടയാളങ്ങളും അത്ഭുതങ്ങളും മാത്രം മുൻനിർത്തി ജനത്തെ കൂട്ടുന്നവർ എല്ലാം തന്നെ അവരെ വലിയൊരു നാശത്തിലേക്കാണ് ആനയിക്കുന്നത്. ഇസ്രായേൽ മക്കൾ സഞ്ചരിച്ച വഴിയെ ചില സമയങ്ങളിൽ നമ്മുടെ മനസ്സും പ്രാർത്ഥനയും പോലും ആ വശത്തേക്ക് ചായാറില്ലേ? ഒരു ആത്മപരിശോധന നടത്തുന്നത് ഉചിതമായിരിക്കും. അപ്പോഴും ഇസ്രായേൽ മക്കൾക്ക് സംഭവിച്ച അനുഭവം ഒരു പാഠമായി നമ്മുടെ ഓർമ്മയിലിരിക്കട്ടെ. നമ്മെ ദൈവത്തിന്റെ വഴികളിലേക്ക് ആനയിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തികളിൽ ഒതുങ്ങി നിൽക്കാതെ ദൈവത്തിന്റെ വഴികളെ തിരിച്ചറിയുവാനും ദൈവത്തിന്റെ മനസ്സ് തിരിച്ചറിയുവാനുമുള്ള ഒരു ആത്മബന്ധത്തിലേക്ക് നമുക്ക് വരാൻ ഇടയാകട്ടെ. അതിനായി ദൈവത്തോട് അപേക്ഷിക്കുകയും ഒരുങ്ങുകയും ചെയ്യാം. നമുക്കും സങ്കീർത്തനക്കാരനോട് ചേർന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കാം, യഹോവേ, നിന്റെ വഴികളെ എന്നെ അറിയിക്കണമേ, നിന്റെ പാതകളെ എനിക്ക് ഉപദേശിച്ചു തരണമേ. യഹോവേ, നിന്റെ വഴി എനിക്ക് കാണിച്ചു തരണമേ. എന്നാൽ ഞാൻ നിന്റെ സത്യത്തിൽ നടക്കും. നിന്റെ നാമത്തെ ഭയപ്പെടുവാൻ എന്റെ ഹൃദയത്തെ ഏകാഗ്രമാക്കണമേ.